നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ മോനെ? ഞാൻ ഈ കേസ് ഏറ്റെടുക്കാം. ദർശനയ്ക്ക് പകരം ഞാൻ ജയിലിൽ പൊക്കോളാം. മോനെ, ഇപ്പൊ അതൊന്നും നടക്കില്ല. ആ CI നമ്മൾ എന്ത് പറഞ്ഞാലും സമ്മതിക്കില്ല. ഇനി കോടതിയിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. സാറേ, നമുക്കൊന്നുകൂടെ ആ സിയോട് ഒന്ന് സംസാരിച്ചു നോക്കാം. ഞാൻ വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ കാല് പിടിക്കാം. മോനെ രൂപേഷേ, എന്താ ജാമ്യം കിട്ടിയോ? ഇല്ല. അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഓടി വരികയായിരുന്നു. ജാമ്യം തരാൻ പറ്റില്ല എന്ന് ആ CI പറയുന്നത്. അതെന്ത് ന്യായം? നിരപരാധിയായ ഒരാളെ അങ്ങനെയൊന്നും ക്രിമിനൽ കേസിൽ പ്രതിയാക്കാൻ പറ്റില്ല. ഞാൻ ആ സിയോടൊന്ന് സംസാരിക്കാം. സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, അയാൾ സമ്മതിക്കില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ സാറേ. ഈ നാട്ടിൽ നീതി ന്യായവും നിയമമൊക്കെ ഇല്ലേ? എന്തായാലും ഞാൻ ആ സിയെ ഒന്ന് കണ്ടിട്ട് വരാം. പവിത്ര, ഞാൻ വരാം. വാ. അയ്യോ ദർശനെ, അളിയ, ഞാൻ എന്തായി കാണുന്നേ? IPS യൂണിഫോം ഇട്ട് ദർശനെ കാണാൻ വരുന്നത് കൊതിച്ചവരാ ഞങ്ങൾ എല്ലാവരും. ആ ദർശന ഇങ്ങനെ ലോക്കപ്പിനകത്തായി പോയല്ലോ. എന്തിനാ ആവശ്യമില്ലാതെ ആ മിന്നൽ രാജുവിന്റെ പുറകെ പോയത്? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? എന്താ ദർശനെ ഒന്നും മിണ്ടാത്തെ? ഇവിടെ കിടന്ന് ഷോ കാണിക്കരുത്. താനാരാ? മര്യാദയ്ക്ക് പുറത്തു പോടോ. കാര്യങ്ങളൊക്കെ ഞാൻ വക്കീലിനോട് സംസാരിച്ചിട്ടുണ്ട്. സാറേ, അധികാരത്തിന്റെ ഹുങ്ക് വച്ചിട്ടാ നിങ്ങൾ ഇപ്പൊ ഈ സംസാരിക്കുന്നത്. ദർശന അങ്ങനെ ഒന്നും ചെയ്യില്ല. എനിക്കത് നല്ലപോലെ അറിയാം. പിന്നെ ആരുടെ കയ്യിൽ നിന്ന് പണം പറ്റിയിട്ടാ സാർ ഈ കലാപരിപാടി ഇവിടെ നടത്തിയത്? സർ, മര്യാദകേട് പറയുന്നു. ഇനിയൊരു അക്ഷരം മിണ്ടിപ്പോയാ തന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. ഇവിടത്തെ രാജാവ് ഇപ്പൊ സാറാണല്ലോ. അതുകൊണ്ട് ഇവിടെ കയറി വരുന്നവരോട് സാറിന് എന്ത് മര്യാദകേട് വേണമെങ്കിലും കാണിക്കാമല്ലോ. ഇപ്പൊ ഈ ചെയ്തതിന് സാർ മറുപടി പറയേണ്ടി വരും. സാറിന് മുകളിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, അത് മറക്കരുത്. ഇറങ്ങിപ്പോടോ. അങ്ങനെ ഞാൻ പോകുന്നില്ല. എനിക്ക് ദർശനോട് സംസാരിക്കണം. സംസാരിച്ചിട്ട് ഞാൻ പോവൂ. 5 മിനിറ്റ് അതിൽ കൂടുതൽ ഇവിടെ നിന്നോ പിന്നെ താനും ഈ ലോക്കപ്പിനുള്ളിലാവും. സംസാരിച്ചിട്ട് വേഗം സ്ഥലം വിടാൻ നോക്കണോ. ഇവിടെ ഞങ്ങള് ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. ദർശന, അളിയ, ഞാനൊന്ന് ദർശനോട് സംസാരിച്ചിട്ട് വരാം. കൊള്ളാം, CI തന്ന ആ അടി. ഇത് നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്താണോ? ദർശന, ദർശന എന്തൊക്കെയാ പറയുന്നത്? കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. സാറിന്റെ അഭിനയം അത്ര പോരാ. അഭിനയോ? മിന്നൽ രാജുവിന്റെ മരണത്തിന് പിന്നിൽ ഞാനല്ലെന്ന് സാറിന് നല്ലതുപോലെ അറിയാം. അതാരാണെന്നും സാറിന് അറിയാം. അകത്തേക്ക് പോയ ആ CIക്കും അറിയാം. നിങ്ങൾ രണ്ടുപേരും ഒരു കൈയാണെന്ന് എനിക്കും അറിയാം. വീണ് കിടന്നപ്പോ ഒന്ന് സഹായിക്കാമെന്ന് കരുതി വന്നതിന് നീ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നേ? സത്യത്തിൽ നീ തന്നെയാണോ മിന്നൽ രാജുവിനെ കൊന്നത്? എനിക്ക് ഉറപ്പാ അത് നീ തന്നെ ആയിരിക്കും. നീ ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും.
നിന്നെ രക്ഷിക്കാൻ വന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. മതി സാറേ, എനിക്കെല്ലാം മനസ്സിലായി. ഈ അഭിനയമൊക്കെ പുറത്ത് നിൽക്കുന്ന നിങ്ങളുടെ ചേച്ചിയുടെ മുൻപിൽ മതി. എന്നോട് വേണ്ട. എന്താ? അയാളൊരു പക്ക ക്രിമിനലാണ് എടുത്തി. പവി, നീ എന്തിനാ അയാളോട് ദേഷ്യപ്പെടാൻ പോയത്? എന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് അന്വേഷിക്കേണ്ടത് ചേച്ചി. അങ്ങനെ വെറുതെ ഒരാളെ പിടിച്ച് ലോക്കപ്പിൽ ഇടാൻ പറ്റുമോ? കാര്യം ചോദിക്കാൻ ചെന്ന എന്നെ അയാൾ തല്ലി. അവൻ അറിയില്ല ഞാൻ ആരാണെന്ന്. ഞാനേ DYSP ഒന്ന് വിളിക്കട്ടെ. എന്താടോ? സാമുൽ സാറിന്റെ അടിയേറ്റു. പക്ഷേ അവൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല. ആർക്ക്? സാറേ, ആ ദർശനയ്ക്ക് ഇത് നമ്മൾ രണ്ടുപേരും കൂടിയുള്ള കൂട്ടുകൃഷിയാണെന്ന് അവൾക്ക് മനസ്സിലായി. എടോ, താനൊരു കാര്യം ചെയ്യും. അവരെയും വിളിച്ചോണ്ട് വേഗം ഇവിടുന്ന് സ്ഥലം വിട്. ആ കരുണൻ SP എങ്ങാനും വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ നമ്മൾ ആകെ കുഴപ്പത്തിലാവും. ആ, അത് ഞാൻ ഏറ്റു. പിന്നെ എല്ലാത്തിനും താങ്ക്സ്. താങ്ക്സ് ഒക്കെ എത്തേണ്ടതുപോലെ എത്തിയേക്കണം. അതൊക്കെ ഞാൻ എത്തിച്ചോളാം. എന്നാ പിന്നെ താൻ വേഗം സ്ഥലം വിടാൻ നോക്ക്. ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കോടതിയിൽ വരട്ടെ. ചേച്ചി, ഞാൻ DYSPയോട് സംസാരിച്ചു. സ്റ്റേഷൻ ജാമ്യം കിട്ടാൻ പ്രയാസമാണെന്ന് അദ്ദേഹം പറയുന്നത്. മിന്നൽ രാജുവിനെ കൊന്ന കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത കാര്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇനി കോടതിയിൽ മാത്രമേ ജാമ്യം കിട്ടൂ. അല്ല, വക്കീലിനോട് അറിയാവുന്നതല്ലേ. ഇനി നമ്മളിവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. നാളെ നമുക്ക് കോടതിയിൽ ജാമ്യാപേക്ഷ മൂവ് ചെയ്യാം. അതെ, എന്തു പറയും നോക്കിയില്ലേ? അത് തന്നെയാ നല്ലത്. കൊലക്കേസാ. നാളെ നമുക്ക് കോടതിയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാം. എന്തായാലും ദർശനെ ഒന്നുകൂടി കാണാം. ചേച്ചി, ആ CA ആകെ കലിപ്പില്ല. നമ്മളിനി ദർശനെ കാണാൻ അകത്ത് കയറിയ അത് ഇതിനേക്കാളും വലിയ പ്രശ്നമാവും. അയ്യോ, അതിന്റെ കഷ്ടപ്പാട് മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നത് ദർശനായിരിക്കും. അമ്മ. ലോക്കപ്പിനുള്ളിൽ ചിലപ്പോ ദർശനയെ മർദ്ദിച്ചെന്നും ഇരിക്കും. അതുകൊണ്ട് തൽക്കാലം നമുക്ക് പോകാൻ ചേച്ചി. നിന്നെ ജാമ്യത്തിലെടുക്കാൻ വന്നവരൊക്കെ ഇപ്പൊ സ്ഥലം വിട്ടു. ഇന്നൊരു രാത്രി നീ ഇതിനകത്ത് കിടക്കും. നാളെ രാവിലെ നിന്നെ ഞാൻ കോടതിയിൽ ഹാജരാക്കും. സർ പവിത്രൻ സാറിനെ നേരത്തെ തല്ലിയ ആ തല്ല് എനിക്ക് നല്ലതുപോലെ അങ്ങ് ബോധിച്ചു. നിങ്ങൾ തമ്മിലുള്ള പ്ലാനിംഗ് ആണ് അതൊക്കെ എന്ന് എനിക്ക് മനസ്സിലായതേ ഇല്ല. അപ്പോ കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലായല്ലോ. നിന്നെ പൂട്ടാൻ തന്നെയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അത് ഞങ്ങൾ സാധിച്ചു. ഇനി വരുന്നതൊക്കെ നിന്റെ വിധി. ഒരു ജീവപര്യന്തം ജയിലിൽ കിടക്കാന്നൊക്കെ പറഞ്ഞ അതത്ര സുഖമുള്ള കാര്യമൊന്നും അല്ല. എന്റെ വിധി ഞാൻ അനുഭവിച്ചോളാം. അത് തിരുത്താനും ഞാൻ ആളല്ല. പക്ഷേ സാറിന്റെ വിധി എന്താണെന്ന് എനിക്കിപ്പോഴേ നല്ലതുപോലെ അറിയാം.